നമ്മൾ ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു സംഭവം പല ബൂത്തുകളിലും UDFിൻ്റെ പ്രവർത്തകർ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ സംശയിക്കുന്നത് ഈ UDFും LDFും തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മറ്റ് ഒരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത സ്വീകാര്യത ഞാൻ ഈ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൊത്തത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു വലിയ സ്വീകാര്യത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഏത് ഭാഗത്ത് ചെന്നാലും BJP സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ചടയമംഗലത്തെ സംബന്ധിച്ച് പിന്നെ ഓരോ ബൂത്തും എടുക്കുന്ന സമയത്ത് പല ബൂത്തിലെയും സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ധാരണയുടെ പുറത്ത് പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലയിടത്തും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കും. സാധാരണ പണ്ടൊക്കെ വിലയിരുത്തത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDFിന് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അതല്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തത്. അത് ഭാരതീയ ജനതാ പാർട്ടി അതായത് NDAക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA സഖ്യത്തിന് പറയാനുള്ളത്, നമ്മുടെ 17 ബൂത്തുകളാണ് ചടയമംഗലം പഞ്ചായത്തിൽ പോളിംഗ് നടന്നത്. അതിൽ മിക്ക ബൂത്തുകളിലും LDFുകാർ സജീവമായ ബൂത്തുകളിൽ UDFുകാർ നിർജീവമായിരുന്നു. അതുപോലെ തിരിച്ച് UDFുകാർ സജീവമായിരുന്ന ബൂത്തുകളിൽ LDFുകാർ നിർജീവമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ കൂട്ടുകെട്ട് കേരളത്തിൽ കൊല്ലത്ത് മുതൽ ഇത് തുടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. കാര്യം തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇവിടെ തന്നെ അതിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. കാരണം ആര് ജയിച്ചാലും ദേശീയ ജനാധിപത്യത്തിൻ്റെ സഖ്യത്തിലെ സ്ഥാനാർത്ഥി ജയിക്കരുത് എന്ന ഒറ്റ വാശിയോടുകൂടി അവർ രണ്ടുപേര് UDFും LDFും തികച്ചും അവരെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ചടയമംഗലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന കൊല്ലം പാർലമെൻറ്റ് സീറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കൃഷ്ണകുമാർജി വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ മണ്ഡലത്തിൽ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കും. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ അന്തർധാര ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് അത് കൂടുതൽ ബോധ്യമാകും. അതുവരെ നമുക്ക് വളരെ കരുതലോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് നീങ്ങാം. ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം NDAയുടെയും BJPയുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്ന ഒരു പഞ്ചായത്താണ് ചടയമംഗലം. ഈ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം 10-35-40 വർഷം കൊണ്ട് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുന്നണി, ഇടതു മുന്നണി, അതുപോലെ ഇവിടെ MLAയും MP ആയിട്ടൊക്കെ വന്നിട്ടുള്ളവർ ഈ ചടയമംഗലം പഞ്ചായത്തിന് ഇതുവരെയും ചതിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ, വഞ്ചിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അത് തരാം, ഇത് തരാം, മിനി സിവിൽ സ്റ്റേഷൻ തരാം, ആശുപത്രിയെ അങ്ങനെ വലിയ താലൂക്ക് ആശുപത്രിയാക്കാം, അതുപോലെ സബ് രജിസ്റ്റർ ഓഫീസ് കെട്ടിത്തരാം, ഇതെല്ലാം പറയുന്നതല്ലാതെ ചടയമംഗലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ, അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളിൽ യാതൊന്നും ഇവിടുത്തെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ചെയ്തിട്ടില്ല. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചിട്ടിരിക്കുന്നു. അതുപോലെ മിനി സിവിൽ സ്റ്റേഷൻ്റെ സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലം കാട് കയറി കിടന്നിരുന്ന ആളുകളായി. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സ്ഥലം അത് എത്രയോ വർഷം കൊണ്ട് വെറുതെ കിടക്കുന്നു. അതുപോലെ സബ് രജിസ്റ്റർ ഓഫീസ് വാടക കെട്ടിടത്തിൽ, ഇപ്പോൾ തന്നെ എക്സൈസ് ഓഫീസ്, അവിടെ കുടിവെള്ളമില്ല, പച്ചവെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിലമേ പഞ്ചായത്തിലോട്ട് മാറാൻ ശ്രമിക്കുന്നു. ഈ RTO ഓഫീസ് ഒരു സൗകര്യമില്ലാത്ത ചന്തയ്ക്ക് മുകളിൽ, ചന്തയുടെ കെട്ടിടത്തിന് മുകളിൽ RTO ഓഫീസ് പ്രവർത്തിക്കുന്നു. അതൊക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം കിട്ടിയാൽ RTO ഓഫീസ് ആയാലും എക്സൈസ് ഓഫീസ് ആയാലും സബ് രജിസ്റ്റർ ഓഫീസ് ആയാലും ഇതെല്ലാം ഇവിടുന്ന് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ ഇപ്പോൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ആ തെരഞ്ഞെടുപ്പിൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ പേരിൽ മുല്ലക്കര രത്നാകരൻ വോട്ട് നേടിയ ആളാണ്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള യാതൊരു വികസന പ്രവർത്തനവും ചെയ്യാതെ ചടയമംഗലത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. അതുപോലെ MP പ്രേമേന്ദ്രൻ MP ആകുമ്പോൾ ചടയമംഗലത്തിന് അത് കൊടുക്കാതെ ഒറ്റ കാര്യം ഇതുവരെ ചടയമംഗലത്തിൻ്റെ വികസന കാര്യങ്ങൾ ഇവർ ആരും ഒന്നും ചെയ്തിട്ടില്ല. ആശുപത്രിയുടെ കാര്യം സംബന്ധിച്ചിടത്തോളം ആശുപത്രിയുടെ പേരിൽ അവിടെ ഇവിടെ എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളെന്നും പറഞ്ഞ് കുറച്ച് കെട്ടിടം ഉണ്ടാക്കിയിട്ട് 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ 1 കോടിയൊക്കെ ബില്ല് മാറും, യാതൊരു ഉപയോഗമില്ല. സ്റ്റേഡിയത്തിൻ്റെ പേരിൽ അവിടെ 60 ലക്ഷം മുടക്കി ഇവിടെ 1 കോടി മുടക്കിയെന്ന് പറഞ്ഞ് സ്റ്റേഡിയത്തിൽ എന്തൊക്കെയോ കുറേ മണ്ണ് കൊണ്ടിടും, അത് ചെയ്യും ഇത് ചെയ്യും, സ്റ്റേഡിയം കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല.
ആ തരത്തിൽ ചടയമംഗലം പഞ്ചായത്തിനെ വഞ്ചിക്കുന്ന ഈ ഇടതുപക്ഷത്തിനെതിരെയും വലതുപക്ഷത്തിനെതിരെയും ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ടാകും എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കൊല്ലത്തും ചടയമംഗലത്തും വലിയ ഒരു മാറ്റം, വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.